നാടിനെ നടുക്കിയ കോലഞ്ചേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മക്കൾ വിദേശത്തു നിന്നും എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങിലുള്ള തീരുമാനങ്ങൾ. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കോലഞ്ചേരി തോന്നിക്ക വേണാട്ട് വീട്ടിലെ 64 വയസ്സുള്ള ലീലയെ ഭർത്താവ് ജോസഫ് വെട്ടിക്കൊന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. വൈകിട്ട് 7 മണിയോടെയാണ് ജോസഫ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കൊലപാതക വിവരം അറിയിച്ചത്. ഇവരുടെ 3 മക്കളും വർഷങ്ങളായി വിദേശത്താണ്. ഭാര്യയും ഭർത്താവും ഓസ്ട്രേലിയയിലുള്ള മകനോടൊപ്പമായിരുന്നു. 3 മാസം മുൻപ് ജോസഫ് നാട്ടിലെത്തി. ഒരാഴ്ച മുമ്പാണ് ലീല തിരിച്ചെത്തിയത്. വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ അടുക്കളയിൽ വെച്ച് ലീലയെ തള്ളിയിട്ടതിനു ശേഷം ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും അരിവാൾ ഉപയോഗിച്ച് കഴുത്തിന് വെട്ടുകയായിരുന്നു എന്നുമാണ് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ച ജോസഫിന്റെ മൊഴി. ലീലയുടെ ശരീരം ആസകലം വെട്ടേറ്റിട്ടുണ്ടെന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പി നിഷാദ് മോൻ പറഞ്ഞു. പ്രതി സ്റ്റേഷനിൽ ഹാജരായ ശേഷം പോലീസ് അറിയിച്ചപ്പോഴാണ് നാട്ടുകാർ പോലും സംഭവം അറിയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത തോന്നിക്ക ജംഗ്ഷന് സമീപമാണ് ഇവരുടെ വീട്. ഞായറാഴ്ച വൈകിട്ട് ശക്തമായ മഴയായിരുന്നതിനാൽ വീട്ടിൽ നടന്ന വാക്കേറ്റവും കൊലപാതകവും നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ജോസഫിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്മിത, സരിത, എൽദോസ് എന്നിവരാണ് ഇവരുടെ മക്കൾ. മൂവരും വിദേശത്താണ്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് കേരള.